അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാർക്ക് ജെൻസ് ഗാലറി പെരുന്നാൾ കമറുള്ളിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വ്രതവിശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം ആകാശത്ത് ശൗവാലിൻ പിറ തെളിഞ്ഞു. പ്രപഞ്ചനാഥനെ വാഴ്ത്തിക്കൊണ്ട് നാടും നഗരവും ഈദുൽ ഫിത്തറിന്റെ ആഹ്ലാദം പങ്കിടുന്ന ഈ വേളയിൽ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും റിപ്പോർട്ടർ ടിവിയുടെ ഈദ് മുബാറക്. അത്തറിന്റെ മണവും മൈലാഞ്ചിയുടെ ചോപ്പും പുതുവസ്ത്രത്തിന്റെ തിളക്കവുമുണ്ട് ഓരോ പെരുന്നാളിനും. കുടുംബവും കൂട്ടുകാരുമായി ആഹ്ലാദം പങ്കിടുമ്പോൾ ആഘോഷത്തിന് ഒരു ദിവസം തികയാതെ വരും നാട്ടിലെ പെരുന്നാളിന്. അത്ര പകിട്ടൊന്നുമില്ലെങ്കിലും നാടും വീടും വിട്ട് ഇങ്ങ് മണലാരണ്യത്തിൽ ഒരുക്കിത്തീരുന്ന ഓരോ പ്രവാസിക്കുമുണ്ട് പെരുന്നാൾ. മാർക്ക് ജെൻസ് ഗാലറി പെരുന്നാൾ കമറുള്ളിയിൽ ആദ്യമായി കുടുംബവും നാട്ടുകാരും ഒന്നും കൂടെയില്ലെങ്കിലും എല്ലാം മറന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ബാച്ചിലർ മുറിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഒമർ. അതിനു മുമ്പായി മാർക്ക് ജെൻസ് ഗാലറി പെരുന്നാൾ ഖമറുള്ളിയുടെ കോ പ്രൊഡ്യൂസേഴ്സ് കൂടിയായ സൾഫർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD അഹമ്മദ് തുനേരിയുടെ പെരുന്നാൾ ആശംസകൾ കേൾക്കാം. എല്ലാവർക്കും സൾഫർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പെരുന്നാൾ ദിന ആശംസകൾ നേരുന്നു. നാട്ടിലുള്ള സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും വേണ്ടി ഈ ഗൾഫ് നാട്ടിൽ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ പെരുന്നാളുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. ഓരോ പ്രവാസിയും നാട്ടിലുള്ള പെരുന്നാളുകൾ നല്ല ഓർമ്മകളാക്കി സൂക്ഷിക്കുന്നവരാണ്. അവരുടെ പെരുന്നാൾ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് കടന്നു ചെല്ലാം. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. പെരുന്നാൾ ദിനത്തിൽ ബാച്ചിലർ റൂമിലേക്ക് കയറി വരുന്ന ഓരോ പ്രവാസിക്കും ഇതുപോലെയുള്ള ഗംഭീര സ്വീകരണങ്ങളാണ് ലഭിക്കുക. ഇവരുടെ ബാച്ചിലർ റൂമുകളിലെ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്താണ്, പള്ളിയിലൊക്കെ പോയി വന്നോ? എല്ലാവരും നിസ്കാരമൊക്കെ ഈദ്ഗാഹായിരുന്നു. ഏത് ഈദ്ഗാഹിൽ ലുലുവിന്റെ ഈദ്ഗാഹാ? ഇപ്പൊ ഒരുപാട് ഈദ്ഗാഹുകൾ വളരെ കൂടിയിട്ടുണ്ട്. സംഘടനകളുടെ എല്ലാവരും ഒരുമിച്ചാണ് ഒരേ ഈദ്ഗാഹിലേക്കാണ് പോകാറ്. നിങ്ങളുടെ പെരുന്നാൾ പരിപാടികളുണ്ട്? ഞങ്ങളെ പെരുന്നാൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ പോയിട്ട് അവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. നാട്ടിലതേ ഒരു സെറ്റപ്പ്. അതെ, എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യും. പിന്നെ വൈകിട്ട് ഒരു ചെറിയ ഒത്തുകൂടലാണോ? അത് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂട്ടുകാരിലെല്ലാം പാട്ടെല്ലാം പാടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്ന് പാട്ട് പാടി മുട്ടി ഒരു പാട്ടൊക്കെ പാടി ഒന്ന് നാട്ടിലുള്ള പോലെ ആകുന്നില്ലെങ്കിലും ഇവിടെ അങ്ങ് ഉഷാറാക്കും. അപ്പൊ നാട്ടുകാർ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇതെന്താണ്? ഓ, ആഹാ, നിങ്ങളാണ് ഇതിന്റെ കാര്യകർത്താവ്. കലക്കിയുണ്ടല്ലോ. ഞങ്ങളൊരു മെയിൻ കുക്കാണ്. ഓ, എന്താ എന്നിട്ട് നാട്ടിലൊക്കെ വിളിച്ചോ? അവര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ നിങ്ങളുടെ വിളിയൊക്കെ കാത്ത്? രാവിലെ തന്നെ വിളിക്കും. എല്ലാ പെരുന്നാളിലുള്ള റൂട്ടീനാന്ന് തോന്നുന്നല്ലേ? രാവിലെ തന്നെ രാവിലെ ആ ഒരു ചടങ്ങ് അവിടെ ആ വിളിയാണ്. അതോടുകൂടി നമുക്ക് തന്നെ ഒരു ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ വളരെ സുഖമാണ്. അതെ, ശരി. മക്കളൊക്കെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ കാണും. സത്യം പറയാലോ, അതൊരു സങ്കടമാണ് ശരിക്കും. അതൊക്കെ കാണുമ്പോ മനസ്സിന് ഇങ്ങനെ ഒരു അപ്പൊ അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞോളൂ, നിങ്ങളെ കാണുന്ന എല്ലാ കുടുംബക്കാരോടും. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പാട്ട് പാടുന്നോ? നമുക്കൊരു കാര്യം ചെയ്യുന്നാൽ എല്ലാവരും ഒന്നായിട്ട് ഇരുന്നിട്ട് അടിച്ച് പൊളിച്ചുണ്ടാക്കാം ഒരു പാട്ട്. പ്രവാസികളെ ഒരു പാട്ട് തന്നെ പാടാം. നൊമ്പരങ്ങളും യാതനകളും പേരുന്ന പ്രവാസികൾക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടാം. എന്താ? കാലങ്ങൾ ഒരുപാട് കൊഴിഞ്ഞു പോയി, നാട്ടിൽ പല പെരുന്നാളും കഴിഞ്ഞു പോയി. ഞാൻ ഇന്നും ഗൾഫിലാണളിയാ, ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണളിയാ. ഈ ഭാരം പേറി ഞാൻ ഇന്നീ കൂട്ടിലാണളിയാ. ഇവനൊരുകിയെരിയും ഒരു കനല് ഇതളുതിർന്ന്
ഞാൻ ഇന്നും കേൾവിലാണളിയ ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണളിയ ഈ ഭാരം പേറി ഞാൻ ഇന്നീ കൂട്ടിലാണളിയ. ഇതെന്താണ് നിങ്ങൾ പെരുന്നാളായിട്ട് ആകെ കൂടി ഇമോഷണൽ ആയി കളഞ്ഞല്ലോ? ഒരു അടിച്ചുപൊളി പാട്ടൊന്നും ഇല്ലേ? മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നടി സ്വർണ്ണത്തേരിൽ മഴവില്ലകുള്ള മധുര ചിരിയുള്ള ബദറുൽ മുനീറൊത്ത മാരൻ വന്നേ ആഗയാ ആഗയാ ദിൽ ചുരാനെ ഓ ആഗയാ അരവാ ആഗയാ ആഗയാ ദിൽ ചുരാനെ ഓ ആഗയാ. മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ള സുൽത്താൻ വന്നടി സ്വർണ്ണത്തേരിൽ മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ള സുൽത്താൻ വന്നടി സ്വർണ്ണത്തേരിൽ. ചോറൊക്കെ കഴിഞ്ഞോ? ഞാൻ പിന്നെ ചോറിലേക്ക് പ്രവാസഭൂമിയിലെ പെരുന്നാളാഘോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവരുടെ ഈ സ്നേഹവും ഒത്തൊരുമയും എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വിട പറയുന്നു. ഈദ് മുബാറക്. പുരുഷ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന പുത്തൻ വസ്ത്രസങ്കല്പങ്ങളുമായി മാർക്ക് ജെൻസ് ഗാലറി, ദോഹ, ഖത്തർ. പുതുമയുള്ള ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ ലഭിക്കുന്നു. ഓട്ടോ, കില്ലർ, റാംഗ്ലർ, ലിവൈസ്, ലീ, സ്പൈക്കർ, ബേസിക്സ്, ജോക്കി, ലിനൻ ക്ലബ് ആൻഡ് ഇൻ ഫുട്വെയർസ്, മാർക്ക് ഷൂസ്, വുഡ്ലാൻഡ്, സ്കെച്ചേഴ്സ് എന്നിങ്ങനെ ലോകോത്തര ബ്രാൻഡുകളുടെ വർണ്ണപ്രപഞ്ചം മാർക്ക് ജെൻസ് ഗാലറി. ഖത്തറിലെ വാൾ സിഗ്നലിന് സമീപം അൽബത്താൻ സെന്ററിലെ 1-ാം നിലയിൽ ആകർഷകമായ ഷോറൂം, ലോകോത്തര ബ്രാൻഡുകൾ. മാർക്ക് ജെൻസ് ഗാലറി, അൽബത്താൻ സെന്റർ. ഫീൽ ദ എലഗൻസ്. Your hottest dream, groovy, juicy, crunchy, yummy. I am your spicy baby. Hold me, love me, bite me, have me. I am your steamy babe. Everywhere you go, gonna keep your lips smacking. Everybody loves me. Hot chicken, am smoking hot, hot chicken. We are moving to Sea Ring Road, Naseem Al Rabe Medical Center, Sea Ring Road, opposite to Gulf Times, Doha, Qatar. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ ദിനത്തിൽ ഏവർക്കും ബദറൽ തമാം പോളിക്ലിനിക്കിൻ്റെയും എൻ്റെയും ഈദാശംസകൾ. ആമി ഒപ്പന കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഒരൊപ്പനയിൽ പരമാവധി എത്ര പേരുണ്ടാവുമെന്നറിയോ? 10-12 പേരുണ്ടാവും. എന്നാൽ 124 പേർ കൂടി ചേർന്ന് മണവാട്ടിയെ മണിയറയിലേക്ക് ആനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാസർഗോഡ് ജില്ലയിലെ ഉദനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 175 പെൺകുട്ടികൾ കളിച്ച ഒരു അപൂർവ ഒപ്പനയിലേക്കാണ് പെരുന്നാൾ കമറുള്ളി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ഒപ്പന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടി നേടിയതാണ് കേട്ടോ. അതിനു മുമ്പായി ആർഗിൻ ഗ്ലോബലിന്റെ CEO ആയ അബ്ദുൽ ഗഫൂറിന്റെ പെരുന്നാൾ ആശംസകൾ കേൾക്കാം. ഇന്ന് നമ്മളെല്ലാവരും ഈദ് ആഘോഷിക്കുകയാണ്. റിപ്പോർട്ടർ TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈദ് ആശംസകൾ. ഈദ് മുബാറക്. എളിമയിൽ ചമഞ്ഞിടലായി ഒരുങ്ങി
മനം തള്ളിടും കഥയുള്ളിലേറ്റതിനാലേ
Al Rasa Solutions presents Mark Jens Gallery Perunal Kamaroli in associations with Sulfur Chemicals, brought to you by Mark Jens Gallery, Doha, Qatar. Powered by Walmarks Trading, Naseem Al Rabih Medical Center in associations with Argan Global, Al Zaman Exchange, Focus Medical Center, Headline Services Printing Press, Rayyan Dental Center, City Exchange, Zahra Technologies, Zahra United Oman, Green Print Qatar, Sulfur Cleaning and Hospitality, EcoFresh Hygiene. Best compliments from gulfmalayali.com, gshopee.com. Our official restaurant, MRA Bakery and Restaurant, Doha. സൾഫർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും പുതിയൊരു സംരംഭം കൂടി. സൾഫർ കെമിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് ഓഗസ്റ്റ് 29 കുവൈത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഏവർക്കും സ്വാഗതം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അബ്രാഖ് ഖൈത്താൻ, നാസർ അൽ ജിയാൻ കൊമേഴ്സ്യൽ കോംപ്ലക്സ്, ഓഫീസ് നമ്പർ 4, ഫ്ലോർ നമ്പർ 4, കുവൈത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 90920650. Send money from City Exchange. City Exchange, Doha, Qatar. Argan Global, the next generation technology products and services that continue to innovate and deliver. Argan Global, the presence of prosperity, helping you reach further. Technology matters. ബദർ അൽ തമാം പോളിക്ലിനിക്, വിദഗ്ധരായ ഡോക്ടർമാർ, ആധുനികതയുടെ തികവ്, പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം, ഇക്കാമ, ബലദിയ ഈ മെഡിക്കലുകൾക്ക് പ്രത്യേക വിഭാഗം. ബദർ അൽ തമാം പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. റയാൻ ഡെന്റൽ സെന്റർ സേവനത്തിന്റെ 4ാം വർഷത്തിലേക്ക് വരൂ. പുഞ്ചിരിയുടെ തിളക്കമാർന്ന ലോകത്തിലേക്ക്. ഡോക്ടർ അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, നൂതന ചികിത്സാരീതികൾ, ദന്ത സംരക്ഷണം, സൗന്ദര്യ ചികിത്സ. റയാൻ ഡെന്റൽ സെന്റർ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അൽ അബീദ് ഡെന്റൽ സെന്റർ, സോ സിഗ്നലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ബിരിയാണി. നിനക്ക് പിന്നെ തിന്നേണ്ട വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് മൈലാഞ്ചിയുടെ കാര്യ. പെരുന്നാൾ രാവ് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മൈലാഞ്ചി രാവാണ്. മാർക്ക് ജെൻസ് ഗാലറി പെരുന്നാൾ ഖമറൊളിയിൽ അടുത്തതായി MRA ബേക്കറിയിൽ വെച്ച് സംഘടിപ്പിച്ച മൈലാഞ്ചി മുഞ്ചുള്ള കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു സുജ. അതിനു മുമ്പായി അൽ സമാൻ എക്സ്ചേഞ്ച് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായ മുഹമ്മദ് ഫയാസിന്റെ പെരുന്നാൾ ആശംസകൾ കേൾക്കാം. ലോകമെമ്പാടുമുള്ള റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകർക്ക് എൻ്റെയും അൽ സമാൻ എക്സ്ചേഞ്ചിൻ്റെയും വെരി ബ്ലെസ്ഡ് ഹോളി ഈദ് മുബാറക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മൈലാഞ്ചിയാണ്. ഇത് ഒരുക്കുന്നത് MRA ബേക്കറിയാണ്. എല്ലാവർക്കും തന്നെ അറിയാം, ദോഹയിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് MRA ബേക്കറി ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. എന്ത് ഡിസൈൻ ഇത് അറബിക് ഡിസൈനാണ്. ജനറലി അറബിക്കും രാജസ്ഥാനി ഉണ്ടാവും. ബ്രൈഡ്സിനൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാൻ രാജസ്ഥാനാണ്. ഇതിന് മോസ്റ്റ്ലി ഇറ്റ്സ് എ സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അറബിക് ഡിസൈനാണ് ബെറ്റർ പ്രിഫർ ചെയ്യുന്നത്. പറഞ്ഞു കൊടുത്താണോ ഇങ്ങനെ അറബിക് ഡിസൈൻ വേണമെന്ന്? അപ്പോൾ നമ്മൾ അവർ ചോദിക്കും, അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി എന്താ ഡിസൈൻ വേണ്ടതെന്ന്. അപ്പോൾ അവരോട് ഇപ്പോൾ അറബിക് ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ അവരിട്ടതാണത്. നാട്ടിലും നമ്മളിങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, നാട്ടിൽ ജനറലി വീട്ടിൽ നമ്മൾ എല്ലാവരോടാണ് പതിവ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഒരുമിച്ചിരുന്ന് അല്ല ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറാണ് പതിവ്. നാട്ടിലും ഇതുപോലെ കോണിൽ തന്നെയാണ്? നാട്ടിലിങ്ങനെ റെഡിമെയ്ഡ് കോൺസ് ഉപയോഗിച്ചിട്ട് ഇടും. അതുകൂടാതെ നമ്മൾ നെയിൽസിനൊക്കെ വേണ്ടിയിട്ട് ട്രഡീഷണൽ വേയിൽ അത് ഇലയൊക്കെ അരച്ച്
അത് ഉപയോഗിച്ചിട്ട് ഇടാറുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം മോഡേൺ വേ ആണെങ്കിൽ മൈലാഞ്ചി ഉണ്ടാക്കാറുണ്ട്. ശർക്കരയും ടീ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് മൈലാഞ്ചി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാറുമുണ്ട്. ശർക്കരയൊക്കെ ഇട്ടാൽ നിറം കൂടും എന്ന് പറയും, ശരിയാണ്? യെസ്, നിറം കൂടും അത്. ഫൈറൂസ്, ഇപ്പം നാട്ടിലത്തെ മൈലാഞ്ചിയും ഇവിടുത്തെ മൈലാഞ്ചി തമ്മിൽ എന്താ വ്യത്യാസം? നാട്ടിലാവുമ്പം റിലേറ്റീവ്സും സിസ്റ്റേഴ്സ് കസിൻസ് എല്ലാവരും ഉണ്ടാവും വീട്ടിൽ തന്നെ. ഇവിടെ ആവുമ്പം കുറേ ആൾ മിസ്സിങ് ആയിരിക്കും. ജസ്റ്റ് ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന രീതി പരസ്പരം മൈലാഞ്ചി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ അതാണ് കാണുന്നത്, അവർ പരസ്പരം മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നാട്ടിലൊക്കെ എങ്ങനെ നമ്മൾ പരസ്പരം കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മൈലാഞ്ചി പരസ്പരം ഇട്ട് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയോ നല്ല ഡിസൈൻസ്? നമ്മൾ മിക്കവർക്കും അറിയായിരിക്കും ഡിസൈൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. പാർട്ട് ഓഫ് ആർ കൾച്ചറാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. പെരുന്നാളിന് മൈലാഞ്ചി അല്ലാതെ വേറെ എന്തൊക്കെയാണ് ആഘോഷം? ശരിക്കും പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈദ്ഗാഹായിട്ടാണ്. പ്രത്യേകമായിട്ടുള്ള നമസ്കാരം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് എല്ലാം സ്പെഷ്യൽ ഫുഡായിരിക്കും അന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വീട് വിസിറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാവരുടെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. Helpline Printing Press, Doha, Qatar. Telephone 444 19950. Focus Medical Center, highly facilitated medical center in Doha. General medicine, gynecology, pediatrics, orthopedics, ENT, physiotherapy തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. Green Print, Doha, Qatar. A complete printing solution. Phone 444 12120. ജിദ്ദയിലെ ഷിഫ ജിദ്ദ പോളിക്ലിനിക് ആണെങ്കിൽ പ്രസവം നല്ല, ഇനി ഒരാരോഗ്യ പ്രശ്നങ്ങൾക്കും പേടി വേണ്ടേ വേണ്ട. ഈ വിശ്വാസം ഞങ്ങൾ കാക്കുന്നു സുരക്ഷയോടെ. ഷിഫ ജിദ്ദ പോളിക്ലിനിക്, ഷറഫിയ, ജിദ്ദ. ഫോൺ 6533 636, ഫാക്സ് 6512 888. വിദൂരമാമെങ്കിലും നെഞ്ചാരെത്തിടും കാതര സ്നേഹമോടെ. പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയായി. അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. കാലത്തിനും ജനങ്ങൾക്കുമൊപ്പം. ഒരു മാസക്കാലത്തെ വൃദ്ധാനുഷ്ഠാനത്തിന് ശേഷം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുണ്യദിനമായ ഈ പെരുന്നാൾ ദിനത്തിൽ എൻ്റെയും ഷിഫ ജിദ്ദ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെയും 1000 ഈദാശംസകൾ നേർന്നുകൊള്ളുന്നു. മാർക്ക് ജെൻസ് ഗാലറി പെരുന്നാൾ ഖമറൊളിയുടെ പ്രോഗ്രാം ഡയറക്ടറായ ജക്കരിയ സലാഹുദ്ദീൻ്റെ പെരുന്നാൾ ആശംസകൾ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ മാസത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈ സന്തോഷവേളയിൽ എല്ലാവർക്കും എൻ്റെയും അൽറാസ സൊല്യൂഷൻസിൻ്റെയും ഈദാശംസകൾ. ഈദ് മുബാറക്. നന്മയും സ്നേഹവും സൗഹാർദ്ദവുമാണ് ഓരോ ഈദുൽ ഫിത്തറും നമുക്ക് സമ്മാനിക്കുന്നത്. സന്തോഷം നിറഞ്ഞ ഇനിയും ഒരുപാട് പെരുന്നാളുകൾ ആഘോഷിക്കാൻ നാഥൻ തുടക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മാർക്ക് ജെൻസ് ഗാലറി
പെരുന്നാൾ ഖമറൊളി ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ അഹ്ലീന കരീം. മഅസ്സലാമ. പിന്തുണയും പ്രോത്സാഹനവും നൽകിയ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പുതുമ നിറഞ്ഞ പരിപാടികളിലൂടെ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വിടവാങ്ങുന്നു. ഞാൻ ആമിന കരീം, സൈനിങ് ഓഫ്. എല്ലാവർക്കും 1000 ഈദ് മുബാറക്.